മദറിന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് തന്നെ ചേട്ടനെ റൗഡി കൊച്ചിന്റെ എൻഗേജ്മെന്റ് ഡേറ്റ് അനൗൺസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എന്നാലിപ്പോ റൗഡി കൊച്ചിന് വേറൊരു കല്യാണം നോക്കാന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയോ പന്തികേട് പോലെ. അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതിച്ചിരുന്നാണല്ലോ, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചതിൽ മദറിന്റെക്ക് എന്തെങ്കിലും പങ്കുണ്ടാവോ? പറയാൻ പറ്റില്ല. ഇതിനു വേണ്ടി മദറിന്റെ എന്ത് ചെയ്യാനും മടിക്കില്ല. എങ്ങനെയെങ്കിലും നാളെ വരുന്ന ചെക്കനെ വീട്ടുകാരെയും അവിടെ നിന്ന് ഓടിച്ചു വിട്ടേ പറ്റൂ. നമ്മുടെ അമ്മ ശരിക്കും വായാടിയാ. വെറും വായാടിയല്ല, ശരിക്കും റൗഡി തന്നെയാ. എന്നാലും അവൾ ഇത്രയധികം ദേഷ്യപ്പെടുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ അഞ്ജു. കടിച്ചു കീറാൻ നിൽക്കുമായിരുന്നു. അത് ചേച്ചി, അവളുടെ സംസാരം കേട്ടിട്ട് ഇനിയെങ്ങാനും ദേഷ്യം കയറി നമ്മുടെ മൂക്കിനെങ്ങാനും ഇടിക്കുമെന്ന് ഞാൻ പേടിച്ചുപോയി. ചേച്ചിയുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ട് വലിയ വിഷമം തട്ടിയിട്ടുണ്ട്. അത് പറയാനും പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാ ഇപ്പോ. പാവം ചേച്ചി. ഒരു ഐഡിയ ഉണ്ട്. നീ ഈ വീട്ടിലെ ചെറിയ കുട്ടിയല്ലേ, നിന്നോട് എന്തായാലും ഒരു ചെറിയ അനുകമ്പ കാണും. അതുകൊണ്ട് നീ അമ്മു ചേച്ചിയുടെ അടുത്ത് പോയി എന്തിനാ ദേഷ്യപ്പെടുന്നെന്ന് ചോദിച്ച് കാര്യം അറിഞ്ഞിട്ട് വരണം. ആഹാ, നല്ല ഐഡിയ. നിന്റെ ഈ ഐഡിയ ഒന്നും എന്റെ അടുത്ത് ചെലവാക്കണ്ട. അവൾക്ക് നല്ല ദേഷ്യം വന്നാലേ ചെറുതോ വലുതോ ഒന്നും നോക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോവില്ല. നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കാര്യം പോയി ചോദിക്കാൻ എന്തിനാ മടിക്കുന്നത്? ഒന്നുമില്ലല്ലോ, അവള് നിന്റെ ചേച്ചിയല്ലേ. നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളതാ? അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാൻ നിനക്ക് എങ്ങനെയാ തോന്നുന്നത്? നീ എന്തിനാ എന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നേ? എന്റെ മാത്രമല്ല നിന്റെ ചേച്ചിയല്ലേ. ഈ പറഞ്ഞതൊക്കെ നിനക്കും ബാധകമാണ്. ചുമ്മാ തർക്കുത്തരം പറയല്ലേ അഞ്ജു. പിള്ളേരായ പറയുന്ന അനുസരിക്കണം. ഞാൻ അങ്ങോട്ട് കയറി ചെന്നാ അവളുടെ വായിലിരിക്കണൊക്കെ ഞാൻ കേൾക്കണമെന്നാണ് നീ പറയുന്നത്? എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ അഞ്ജു. സാഹചര്യത്തിന്റെ സീരിയസ്നെസ് എന്താ നീ മനസ്സിലാക്കാത്തെ? കൊച്ചു പിള്ളേരെ പോലെ പെരുമാറുന്ന കണ്ടില്ലേ? ഞാനിപ്പോ നിന്നോട് സീരിയസ് ആയിട്ടാ പറയുന്നത്. നീ പോയി അവളോട് കാര്യങ്ങൾ ചോദിച്ചാ അവൾ തീർച്ചയായും നിന്നോട് ദേഷ്യപ്പെടില്ല. കൂടിപ്പോയാ എനിക്ക് മൂടില്ല അഞ്ജു, ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു വിടും. എന്നാ അത് കേൾക്കാൻ നിനക്ക് പോയാ പോരെ? വീണ്ടും വീണ്ടും നീ ഇത് തന്നെ പറയല്ലേ. ഞാൻ നേരിട്ട് പോവാന്ന് തന്നെയാ വിചാരിച്ചേ. പക്ഷെ ഞാൻ ചോദിച്ചാ അവള് സത്യങ്ങളൊന്നും പറയില്ല. മാത്രമല്ല എന്നോട് വെറുതെ ദേഷ്യപ്പെടുകയും ചെയ്യും. പിന്നെ അതിന് ഞാൻ മറുപടി പറയും. അത് പിന്നെ വലിയ വഴക്കാവുകയും ചെയ്യും. അവസാനം ഞങ്ങളെ പിടിച്ചു മാറ്റാൻ അച്ഛനും അമ്മയും വരേണ്ടി വരും. ഇപ്പൊ തന്നെ അവക്ക് നല്ല വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ പോയി എന്തേലും പറഞ്ഞ് കൂടുതൽ അവളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ നിന്നോട് പറഞ്ഞത്. ആദ്യം നീ എവിടെയാ? ആദ്യം ഒന്നിങ്ങ വന്നേ. എന്താ വെക്കിച്ചേട്ടാ? എന്താ വെക്കി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരത് ചെരവയ്ക്ക് അടിച്ചോ? ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? ഞാൻ മുള്ളിൽ ചവിട്ടി നിൽക്കാളിയാ. നിന്റെ കാലിൽ ആരാണോ മുള്ളു വെച്ചത്? എന്തു പറ്റി വെക്കിച്ചേട്ടാ? നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാര്യങ്ങളെല്ലാം ചേട്ടനെ റൗഡി കൊച്ചിന്റെ കല്യാണം വരെ എത്തിച്ചില്ലേ? ഇപ്പൊ ആ തീരുമാനത്തില് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കാം. ആരതിനമ്മ റൗഡി കൊച്ചിന് അവിടെ വേറൊരു കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഇതെന്തൊക്കെയാ വിക്കിച്ചേട്ടാ ഈ പറയുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? കേട്ടപ്പോ ഞാനും ഇതിൽ ഷോക്കായതാ. പക്ഷെ സംഭവം സത്യമാ. ഹേ, ഞാനിത് വിശ്വസിക്കില്ല. ചെറിയമ്മ അങ്ങനെ ചെയ്യുന്നേ? എല്ലാം അവരുടെ സമ്മതത്തോടല്ലേ നടന്നത്. വേദാന്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? അതല്ല അളിയ ഞാൻ ട്വിസ്റ്റാന്ന് പറഞ്ഞേ. എന്തുകൊണ്ട് എപ്പോ എങ്ങനെയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇതാണ് അവിടെ നടക്കുന്നത്. ഇതാണ് സത്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിക്കിച്ചേട്ടാ? എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല ആദ്യ. നമ്മൾ ഈ കാര്യം ആദ്യം ചേട്ടനെ അറിയിച്ചേ പറ്റുള്ളൂ. ശരിയാ, ആദ്യം വേദാന്തിനോട് തന്നെ പറയണ്ട. വാ. അതിഥി, അഞ്ജു, എന്നോട് നിങ്ങൾ ക്ഷമിക്ക്. ആ ഒരു ദേഷ്യത്തില് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചതിന് സോറി.
ഞാൻ സോറി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഇനി ഒരിക്കലും ഇങ്ങനെ ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല പ്ലീസ്. മറ്റാരോടുള്ള ദേഷ്യം ഞാൻ നിങ്ങളോട് തീർത്തത് സോറി 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 സോറി. ഉറപ്പാണല്ലോ അല്ലേ? 100% വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ നീ ഫൈൻ അടയ്ക്കണം. ഫൈനോ? ശരി ശരി അടച്ചേക്കാം. നാളെ നിങ്ങൾക്ക് പാനിപൂരി വാങ്ങി തരണം, അത്രയല്ലേ ഉള്ളൂ. നീ എന്നോട് വാക്ക് പറഞ്ഞതാ, ഒന്നല്ല 2 പ്ലേറ്റ് വാങ്ങിച്ചു തരണം. വാങ്ങി തരാടി തീറ്റ പണ്ടാരമേ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് വിഷമായി അല്ലേ? അയ്യോ അതൊന്നും സാരമില്ല മോളെ. പാനിപൂരി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ക്ഷമിച്ചു. നിന്റെ വയറ്റിൽ എന്താ എലിക്കുഞ്ഞു കിടപ്പുണ്ടോ? ഞങ്ങൾ എന്താ നിന്നെ പോലെ 90s കിഡ് ആണെന്ന് പറഞ്ഞിരിക്കുവാണോ നീ? സത്യമായിട്ട് നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലല്ലോ? അവള് കള്ളം പറയുന്ന ചേച്ചി. സത്യത്തിൽ ഞങ്ങക്ക് നല്ല വിഷമം വന്നു. പക്ഷേ നിന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല. പിന്നെ നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. നിന്റെ പ്രശ്നം എന്താന്ന് പറയുന്നുമില്ല. ആരോടും പറയാൻ പറ്റാത്ത വിഷമമായിരിക്കല്ലോ നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. സത്യത്തിൽ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ടാ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായത്. എന്ത് പറ്റി ചേച്ചി? ഞങ്ങൾ വെറുതെ തമാശക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്തതാ. എന്താ പ്രശ്നമെന്ന് പറയ് ചേച്ചി. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? യെസ് 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 യെസ്. അമ്മു, നീ ഇന്നത്തോടുകൂടി വേദാന്തനെ മറക്കണം. എടി അമ്മു ചേച്ചി, നിന്നോടാ ഞങ്ങൾ ചോദിക്കുന്നേ. ഒന്നുമില്ല മോളെ. ആദിത്യ ചേച്ചി, അമ്മു ചേച്ചിക്ക് എന്തോ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്നാ തോന്നുന്നത്. അവൾക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഈശ്വര പ്ലീസ്, അമ്മു ചേച്ചിക്ക് അവൾക്ക് ഇഷ്ടമുള്ള പയ്യനായിട്ട് തന്നെ കല്യാണം നടത്തണേ. അച്ഛനോട് പറ. അച്ഛാ അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അത് കേട്ട് വിഷമിക്കരുത്. നീ എന്തായാലും കാര്യം എന്താന്ന് പറ. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അച്ഛാ എനിക്കിപ്പോ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. പ്ലീസ് അച്ഛാ, ഈ കാര്യം അമ്മയോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എന്താ കല്യാണം വേണ്ടെന്നോ? നല്ലൊരു ആലോചനയല്ലേ വന്നത്. നല്ല വിദ്യാഭ്യാസവും സമ്പത്തുമുള്ള വീട്ടിലെ നല്ലൊരു പയ്യനാ. ഇനി അങ്ങനെ ഒരു ആലോചന വരുമോ? അച്ഛാ വിദ്യാഭ്യാസവും സ്വത്തും ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ നിനക്കെന്താ എത്ര ബുദ്ധിമുട്ട്? ഒരു കല്യാണത്തിന് തയ്യാറാവാൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം അച്ഛാ. അതിന് കല്യാണം ഇപ്പൊ നാളെ തന്നെ നടത്തുന്നില്ലല്ലോ. ആദ്യം ഒരു പെണ്ണ് കാണാൻ വരണം, പിന്നെ ജാതകം നോക്കണം, നിശ്ചയം നടത്തണം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇല്ലേ. കല്യാണം നടക്കാൻ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കും. മാത്രമല്ല നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. അതുകൊണ്ട് നമ്മളെ തേടി വരുന്ന സൗഭാഗ്യങ്ങള് തള്ളിക്കളയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു നല്ല അവസരമായി കണ്ട് മുന്നോട്ട് പോയി എന്താ പ്രശ്നം? അച്ഛാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാ, ഈ അച്ഛനെയും അമ്മയല്ലേ മോളെ നീ മനസ്സിലാക്കേണ്ടത്.
നിന്റെ അച്ഛനെന്ന നിലയിൽ എനിക്ക് ഒരുപാട് കടമകളില്ലേ? ഇതുവരെയും നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ബന്ധത്തിൽ ഇനി എന്താ ഇത്രമാത്രം ആലോചിക്കാനുള്ളതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അച്ഛനെ നീ എതിർക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ പിന്നെ ഒരു കാര്യത്തിനും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ അച്ഛനുണ്ടാവുമെന്ന് നീ വിചാരിക്കരുത്. ഞാനിപ്പോ ഈ പറഞ്ഞ കേട്ട് നീ വിഷമിക്കണ്ട മോളെ. ഞാൻ പറയുന്നത് എന്താണെന്നും അതിന്റെ നിന്റെ മറുപടി എന്താണെന്നും അറിയാനായിട്ട് റമ്മി ഇവിടെ നിൽക്കണ്ടായിരുന്നു മോളെ. അതുകൊണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ അച്ഛനും എന്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത്? നമ്മള് മിഡിൽ ക്ലാസ് ഫാമിലിയാ. നമുക്ക് കാശിന്റെ കുറച്ച് കുറവുണ്ടാവും, അത് മാത്രമേ കുറവുള്ളൂ. അതിന്റെ പേരിൽ നമ്മളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നാണോ അച്ഛാ? നമ്മുടെ സ്വപ്നങ്ങളും മറന്ന് ജീവിച്ച ജീവിതത്തിന് എന്താ അർത്ഥം? എന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ? ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ആളുടെ മുന്നിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടുന്നത് ശരിയാണോ അച്ഛാ? ഇപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് ആരാ നിന്നെ നിർബന്ധിച്ച്? അവര് നാളെ വരുന്ന നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമല്ലേ, അല്ലാതെ നാളെ കല്യാണമൊന്നുമല്ലല്ലോ. ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ അവര് വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. ബാക്കിയെല്ലാം ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. അമ്മേ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. ഇവിടെ അന്ന് നടന്നതൊക്കെ മനസ്സിൽ വെച്ച് ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? ഗുളിക കഴിച്ച് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല മോളെ ആരതി. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ നിന്നെ വിളിച്ചത്. പറഞ്ഞു അമ്മേ. അത് പിന്നെ നമ്മുടെ അമ്മൂന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അമ്മേ, അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? വേറെ കല്യാണം ആലോചിച്ചെന്നോ? അമ്മൂന്റെയും വേദാന്തേട്ടന്റെ കല്യാണം നടത്താന്ന് രണ്ട് വീട്ടുകാരും തീരുമാനിച്ചതല്ലേ? പിന്നെ ഇപ്പൊ എന്താ ഒരു മാറ്റം? വെറുതെ എന്നോട് തമാശ പറയുന്നല്ലോ. അങ്ങനെ തമാശ പറയേണ്ട വിഷയമാണോ ആരതി ഇത്? പിന്നെ എന്തിനാ അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ പറ്റിയതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയേ. എന്തുകൊണ്ട് ഞാനും അച്ഛനും ഇങ്ങനൊരു തീരുമാനം എടുത്തെന്ന് നിനക്ക് മുന്നോട്ട് പോകുമ്പോ മനസ്സിലാവും. വേദാന്തിന്റെ അമ്മൂന്റെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അമ്മ ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എങ്ങനെയാണോ തീരുമാനം എടുക്കേണ്ടത്? കാരണം എന്തായാലും എന്താ, ഈ തീരുമാനം എടുത്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ആരതി? ഇത് അമ്മൂന്റെ ഭാവിയെ കുറിച്ചുള്ള കാര്യമാണമ്മേ. അവള് ജീവന് തുല്യം സ്നേഹിച്ച ഒരാളെ മറന്ന് അറിയാത്തൊരാളോടൊപ്പം ജീവിക്കാൻ നിർബന്ധിക്കുന്നത് ശരിക്കും അമ്മ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മള് അവളുടെ ഭാവിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. അന്നിവിടെ സംഭവിച്ചതാണ് തീരുമാനം എടുക്കാനുള്ള കാരണമെങ്കിൽ എന്റെ കണ്ണിൽ അത് തെറ്റായിട്ട് തന്നെയാ തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാ അന്ന് അവരെ അമ്മയോട് അങ്ങനെ സംസാരിച്ചതിന് ഈ വീട്ടിലുള്ള ആരും കാരണക്കാരല്ലല്ലോ. ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ടേക്ക് ഇറ്റ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വേദാന്തിന്റെയും അമൂല്യയുടെയും കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ചെയ്ത നിന്റെ അമ്മായിമ്മയാണെന്ന് ഞാൻ പറഞ്ഞാല് അവരും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞാനിതെല്ലാം മറച്ചു വെച്ചേ പറ്റൂ ആരതി. എന്ത് പറ്റിയമ്മേ? എന്നോട് എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമായി കാണും അല്ലേ? അമ്മയെ സങ്കടപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞത്. ഇവിടെ അന്ന് സംഭവിച്ചതിന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയില്ല. അമ്മയെ പോലെ തന്നെ എനിക്കും അവരുടെ വാക്കുകൾ നാണക്കേടും അപമാനം ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്കറിയാത്തൊരാളെ എവിടെയോ കിടന്ന് എന്തൊക്കെയോ പറയുന്നതിന്റെ പേരിൽ നമ്മുടെ അമ്മൂന്റെ ജീവിതം വെച്ച് കളിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അവളുടെ മനസ്സ്, അവളുടെ ഭാവി, അവളുടെ ജീവിതം, അതിനെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് അവള് മാത്രമാണമ്മേ. എന്നെ ഉപദേശിക്കാൻ മാത്രം എല്ലാരും വളർന്നു കഴിഞ്ഞല്ലേ? അമ്മേ, ദയവ് ഇത് ഞാൻ പറയണതൊന്നും മനസ്സിലാക്ക്. ഇങ്ങനെ ഫോണിൽ സംസാരിച്ച പരസ്പരം തെറ്റിദ്ധരിക്കാൻ മാത്രമേ പറ്റൂ. ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് വരാം. അതൊന്നും വേണ്ട ആരതി. നീ ഇപ്പൊ ഇതിന്റെ പേരിൽ ഇങ്ങോട്ടേക്ക് വന്നാല് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂടെ വരും.
നാളെ അമ്മുവിന്റെ പെണ്ണുകാണൽ ചടങ്ങിനെ അത് ബാധിക്കും. അതെനിക്കിഷ്ടമല്ല. അമ്മ എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞ് നാളെ പയ്യനും കൂട്ടരും വരുമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണോ എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്? എന്നെ ഉപദേശിക്കാൻ മാത്രം വളർന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഇപ്പൊ എന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ വളർന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മ ഞാൻ പറയുന്നത് ദയവ് ഇതൊന്നും മനസ്സിലാക്ക്. വെറുതെ ഓരോന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് സംസാരിക്കല്ലേ. നോക്കാരുതി, എന്റെ മക്കളുടെ നല്ലതും ചീത്തയൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ എനിക്കറിയാം. 1000 തവണ ആലോചിച്ചിട്ട് അമ്മുവിന്റെ ഈ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തത്. ഇവിടെ ഇനി അമ്മു മാത്രമല്ല, അവക്ക് താഴെ 2 പെൺകുട്ടികളൂടെ വളരുന്നുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ച് കൂടി എനിക്ക് ചിന്തിച്ചല്ലേ പറ്റൂ ആരതി. മാത്രമല്ല, നാളെ പെണ്ണുകാണ ചടങ്ങ് മാത്രമല്ലേ നടക്കുന്നുള്ളൂ, കല്യാണമൊന്നും അല്ലല്ലോ. എനിക്കിത് നിന്നോട് വിളിച്ചു പറയേണ്ട കടമയുള്ളതുകൊണ്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. എന്നാലും ദയവ് ചെയ്ത് എന്റെ അനുവാദവും സമ്മതവും ഇല്ലാതെ നീ ഇവിടേക്ക് വരരുത്. അമ്മ ഇത് എന്തൊക്കെയാ അമ്മേ പറയുന്നേ? അതുമാത്രല്ല, നാളെ അമ്മുവിനെ കാണാൻ വേണ്ടി ചെറുക്കനും കൂട്ടരും ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും നീ ഇവിടെ പറയാൻ നിൽക്കണ്ട. നിന്റെ അമ്മ നിന്നോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നതായിട്ട് നീ ഒന്ന് കരുതണം. എന്തെങ്കിലും ഒരു തീരുമാനം ആവാതെ ഈ വിഷയത്തെക്കുറിച്ച് അവിടെ ആരും അറിയരുത്. ഹലോ അമ്മേ. കുറിച്ച് ഈ വീട്ടിൽ ആരോടും പറയാൻ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നേ. ആ ദരിദ്രവാസികൾക്കൊന്നും അറിയില്ല. ആ കല്യാണാലോചന അവിടെ എത്തിച്ചത് ഈ ഞാൻ തന്നെയാണല്ലോ. അവർക്ക് കൊടുത്ത പണി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സിസ്റ്റർ. ഞാൻ ഇത്രയും നാളും എന്തൊക്കെ പ്ലാൻ ചെയ്തതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കല്ലായിരുന്നോ? ആ ശാരികയും സാഹിത്യയൊക്കെ വിശ്വസിച്ച് ഞാൻ വെറും ഒരു ഇഡിയറ്റ് ആയിട്ട് മാറി. അതുകൊണ്ട് ഇത്തവണ ഞാൻ തന്നെ നേരിട്ട് ഫീൽഡിൽ ഇറങ്ങി കളിച്ചു. ഇനി എനിക്കെതിരെ കളിക്കാൻ ആരും അവിടെ ഉണ്ടാവില്ല. ആ കുടുംബത്തെ മുഴുവനും ഞാൻ നശിപ്പിക്കും. അപ്പൊ ഇത് എല്ലാ നായ്ക്കൾക്കും ഒരു സമയം വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതാണല്ലേ ഇത്? അതല്ലേ ചേച്ചി, എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് കേട്ടിട്ടില്ലേ? അതാ ആ പഴഞ്ഞല്ലോ ഓർത്തപ്പോ പറഞ്ഞേ ഉള്ളൂ. സോറി. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഈ പ്ലാനൊന്നും വേദാന്ത് ഒരിക്കലും മനസ്സിലാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതെങ്ങനെയെങ്കിലും അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാ ചേച്ചിയുടെ ഇതുവരെയുള്ള ജീവിതം മൊത്തം ഫ്ലോപ്പ് ആകും.